അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യകരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പക്ഷങ്ങളും തീരുമാനിക്കും. നമുക്ക് 15-ാം അധ്യായം തുടങ്ങല്ലേ? അതെ, 15-ാം അധ്യായം തുടങ്ങും. ആരംഭിക്കുന്നു. ഭരതസ്യാത്മജ സുമതന്നാമ അഭിഹിതോ ഋഷഭപദവീം അനുവർത്തമാനം ച ആര്യാം അവേദസമാ കലു ഇന്നലത്തെ അധ്യായം കൊണ്ട് 14 അധ്യായങ്ങൾ കൊണ്ട് പഞ്ചമസ്കന്ധത്തിലെ ഒരു വിഷയം സമാപിപ്പിച്ചു. സാറേ, ഇടയ്ക്കിടയ്ക്ക് വോയിസ് ക്രാക്ക് ആകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പുസ്തകം വായിച്ചപ്പോ ഇടയ്ക്കിടയ്ക്ക് 2-3 പോയായിരുന്നു. ജ്ഞാനവും യോഗവുമാണ് ഇതിന്റെ വിഷയം എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ആ അധ്യായം കൊണ്ട് ജ്ഞാനയോഗത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നുള്ള 8 അധ്യായം കൊണ്ട് യോഗമാർഗത്തെ ആശ്രയിച്ച് എങ്ങനെ ഭഗവത് സ്വരൂപത്തെ പ്രാപിക്കാം എന്ന ഭരതന്റെ ചരിത്രം നിരൂപിച്ചതിന് ശേഷം ഈ 15-ാം അധ്യായത്തിൽ ഭരതന്റെ ജന്മ പരമ്പര, പിന്നീടുണ്ടായ രാജാക്കന്മാരുടെ കഥ മാത്രം പറഞ്ഞു തീർക്കുകയാണ്. ചെറിയ ഒരു അധ്യായമാണിത്. അടുത്ത 16-ാം അധ്യായം മുതലാണ് ഈ ഭൂഗുണിതം എന്ന് പറയുന്ന ഭൂമിയെ എങ്ങനെയൊക്കെയാണ് വിഭജിച്ചതെന്ന് വിഭാഗത്തെക്കുറിച്ച് മുഴുവൻ പറഞ്ഞ് ഈ പഞ്ചമം സമാപിക്കാം. അത്രേ ഉള്ളൂ ഇന്നത്തെ വിഷയം. ഭരതസ്യ ആത്മജ സുമതം നാമ അഭിഹിതോ. ഭരതന്റെ പുത്രനായിട്ട് സുമതി എന്ന് അഭിഹിതൻ പറയപ്പെട്ടവൻ, പേരുള്ളവൻ. നാമ അഭിഹിത. യം ഉ ഹ വ അതിൻ്റെ അവ്യയങ്ങളാണ് എന്നുള്ളത് നാമരൂപമാണ്. യാതൊരുവനെ ഉ ഹ വ വ. യാതൊരുവനെ ആകട്ടെ, യാതൊരുവനെ തന്നെ, യാതൊരുവൻ കേവലമായിട്ട്, ഇങ്ങനെ പല അർത്ഥം കിട്ടാൻ വേണ്ടി കുറെ അവ്യയങ്ങൾ ഒന്നിച്ച് പറഞ്ഞ കേച്ചിത്. ഈ സുമതി എന്നു പേരുള്ള ചിലരെ ചില പാഖണ്ഡന്മാര് വേദവിരോധികളായ നിരീശ്വരവാദികൾ ഇന്ന് പറയാവുന്ന മട്ടിലുള്ള ഋഷഭ പദവിയും അനുവർത്തമാനം, ഋഷഭന്റെ പദവിയെ അനുസരിച്ചു കൊണ്ടിരിക്കുന്ന, ഋഷഭരാജാവിന്റെ മാർഗത്തെ അനുസരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജാവിൻ മതിയും ആയ ഋഷഭന്മാരുടെ ആ വഴി പിന്തുടർന്നു പോകുന്നവരാണ്. അനാര്യാഹ അല്ലാത്ത കേച്ചിത് ചിലരെ അവേദ സ്വമംനാഥാം. അവേദം, വേദത്തിൽ ഇല്ലാത്ത, വേദം പറയാത്ത, സ്വമാംനാദം പറയപ്പെട്ടത്
അവേദഫമാംനാദം വേദത്തിൽ പറയപ്പെടാത്തത്, വേദമുദ്ഘോഷിക്കാത്തതായ അവേദഫമാംനാഥാം ദേവതാം, ദേവതയെ സ്വമനീഷയ, സ്വന്തം ബുദ്ധി കൊണ്ട്, പാപീയഫ്യ, പാപം അനുഷ്ഠിക്കുന്നതായ കലവു, കലിയുഗത്തിൽ കൽപ്പയിഷ്യന്തി, കൽപ്പിക്കുന്നു. അത്ര വിദഗ്ധമായിട്ടാണ് യാഫിനി ഒരു സൂചന കൊടുത്തത്. ഭരതന്റെ പുത്രനായ സുമതി ഋഷഭദേവന്റെ മാർഗത്തെ തന്നെ പിന്തുടർന്ന് അനുസരിച്ചു പോകുന്ന ഉത്തമനായ ഉത്കൃഷ്ടനായ രാജാവാണ്. വിരോധത്തിൽ പാപം മാത്രം ചെയ്തവർ, പാപം കണ്ടുപിടിക്കാൻ പറ്റുന്നവർ, പാപത്തിൽ മാത്രം താല്പര്യമുള്ളവർ, അവരുടെ ബുദ്ധി കൊണ്ട് വേദസമ്മതമല്ലാത്ത ഒരു ദേവതയായി സുമതിയെ കൽപ്പിച്ചേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ദേവതകൾ ധാരാളം കലിയുഗത്തിൽ ഉണ്ടാകാം. വേദം പറഞ്ഞിരിക്കുന്ന ദേവതകളാണ്. വേദത്തിലുള്ളത് ഈ പ്രകൃതിയിലെ സമസ്തവും ദേവതകളായിട്ടാണ്. അതല്ലാതെ ഇതുപോലെ ഉള്ള ചില രാജാക്കന്മാരെ, ചില യോഗികളെ, ചില മഹാത്മാക്കളെ ഒക്കെ ദേവന്മാരെ പോലെ കൽപ്പിച്ച് ആരാധിച്ചേക്കാം. ഇപ്പൊ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ ഉണ്ടായേക്കാം എത്രയോ കാലം മുമ്പ് തന്നെ വ്യാസൻ നമുക്കൊരു സൂചന ഇവിടെ തന്നിരിക്കാം. ഭരതസ്യ ആത്മജ സുമതന്നാമാഭേദോ യമുഹവാവ കേചത്പാഖണ്ഡിന വൃഷഭപദവീമനുവർത്തമാനം ച അനാര്യാം അവേദഫമാം നാഥാം ദേവതാം സ്വമനീഷയാ പാപീയഫ്യാ കലൗ കൽപ്പയിഷ്യന്തി. ഭരതസ്യ ആത്മജ സുമതന്നാമാഭേദോ യമുഹവാവ കേചത്പാഖണ്ഡിന വൃഷഭപദവീമനുവർത്തമാനം ച അനാര്യാം അവേദഫമാം നാഥാം ദേവതാം സ്വമനീഷയാ പാപീയഫ്യാ കലൗ കൽപ്പയിഷ്യന്തി. തസ്മാത് വൃദ്ധവേനായാം ദേവതാജിന്നാമപുത്രോ ഭവത്. അവനിൽ നിന്നും വൃദ്ധസേന എന്ന അവന്റെ പത്നിയിൽ, സുമതിയുടെ പത്നിയിൽ ദേവതാജിത്ത് എന്നു പേരുള്ള ഒരു പുത്രൻ ഉണ്ടായി. തസ്മാത് വൃദ്ധസേനായാം, തസ്മാത് വൃദ്ധസേനായാം ദേവതാജിന്നാമപുത്രോ അഭവത്. സുമതിക്ക് ദേവതാജിത്ത് എന്ന പുത്രൻ ഉണ്ടായി. അഥാസുര്യം തത്തനയോ ദേവദ്യുമ്നസ്തോ ധേനുമത്യാം സുത പരമേഷ്ഠീതസ്യ സുവർച്ചരായാം പ്രതീഹ ഉപജാതഃ. അഥാ ആസുര്യാം, ആസുരിയിൽ തത്തനയോ അവന്റെ പുത്രനായ ദേവദ്യുമ്ന, ഭരതന്റെ പുത്രൻ സുമതി, സുമതിയുടെ പുത്രൻ ദേവതാജിത്ത്, ദേവതാജിത്തിന്റെ പുത്രൻ ദേവദ്യുമ്നൻ. അഥാ ആസുര്യാം, ആസുരി എന്ന പേരായ ഒരു ഭാര്യയിൽ ദേവതാജിത്തിന് ദേവദ്യുമ്നൻ എന്ന പുത്രനുണ്ടായി. ധേനുമത്യാം സുത പരമേഷ്ഠീതസ്യ, അവന് ധേനുമതി എന്ന പത്നിയിൽ പരമേഷ്ഠി എന്ന പുത്രനുണ്ടായി. അവന് സുവർച്ചലായാം, സുവർച്ചല എന്ന പത്നിയിൽ പ്രതീഹ ഉപജാത, പ്രതീഹ എന്ന പുത്രനുണ്ടായി. അഥാസുര്യം തത്തനയോ ദേവദ്യുമ്നസ്തോ ധേനുമത്യാം സുത പരമേഷ്ഠീതസ്യ സുവർച്ചലായാം പ്രതീഹ ഉപജാതഃ. അഥാസുര്യം തത്തനയോ ദേവദ്യുമ്നസ്തോ ധേനുമത്യാം സുത പരമേഷ്ഠീതസ്യ സുവർച്ചലായാം പ്രതീഹ ഉപജാതഃ. ആത്മവിദ്യാമാഖ്യായ സ്വയം സംശുദ്ധോ മഹാപുരുഷമനുസ്മാരാം. യാതൊരുവൻ ആത്മവിദ്യാമാഖ്യായ, ആത്മവിദ്യ ഉപദേശിച്ചിട്ട് സ്വയം സംശുദ്ധ, തന്നെത്താൻ സംശുദ്ധനായി തന്നിട്ട്
മഹാപുരുഷം അനുസസ്മാര. മഹാപുരുഷനായ ഭഗവാനെ നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ആത്മവിദ്യയെ ജനങ്ങൾക്കെല്ലാം പരിശുദ്ധനായിട്ട് ഭഗവാനെ തന്നെ സേവിച്ച് ധ്യാനിച്ച് കാലം വെച്ചുകൂട്ടി. ആത്മവിദ്യാമാഖ്യായ സ്വയം സംശുദ്ധോ മഹാപുരുഷമനസസ്മാരാം പ്രതീഹാത് സുവർച്ചരായാം പ്രതിഹത്രാദയസ്ത്രയാം ആസന്നെ വിദ്യാഗോവിദാഹ പൂനവ പ്രതിഹത്തു സ്തുത്യാം സ്തുത്യാം അജഭൂമാനാം അപജനിഷ്യാതാം. പ്രതീഹാത്, പ്രതീഹനിൽ നിന്നും, സുവർച്ചല എന്ന പത്നി, പ്രതിഹത്ര ആദികളായ 3 പുത്രന്മാർ ആസന്നമായി. പ്രതീഹനിൽ നിന്നും സുവർച്ചല എന്ന ഭാര്യയിൽ പ്രതിഹർത്താവ്, പ്രസ്തോതാവ്, ഉദ്ഗാതാവ് എന്ന 3 പുത്രന്മാർ. ആസന്നെ ഇജ്യാകോവിദ, അവരൊക്കെ യാഗകോവിദന്മാരാണ്. ഇജ്യാന്ന് വെച്ച യാഗം, അതിൽ പണ്ഡിതന്മാരായ ഫൂനവ, അവര് പ്രതിഹർത്തു. ഒരാള് പ്രതിഹർത്താവ്, ആദ്യത്തെ ആള് പ്രതിഹർത്തു സ്തുത്യാ പ്രതിഹർത്തുഹു സ്തുത്യ, അതിൽ പ്രതിഹർത്താവിന് സ്തുതിയിൽ ആത്മഭൂതാനാം ഭൂമാനന്മാർ, അജനെന്നും ഭൂമാവെന്നും പേരാ അജനുഷാതാം ജനിച്ചു. പ്രതിഹർത്താവ്, പ്രസ്തോതാവ്, ഉദ്ഗാതാവെന്ന 3 പുത്രന്മാരുണ്ടായി. അവരിൽ യജ്ഞകർമ്മങ്ങൾ നിപുണനായിരുന്നു 3 പേരും. അതിൽ പ്രതിഹർത്താവിന് സ്തുതി എന്ന ഭാര്യയിൽ അജനും ഭൂമാവും എന്ന 2 പുത്രന്മാർ ഉണ്ടായി. പ്രതീഹാത് സുവർച്ചരായാം പ്രതിഹർത്താദയത്രയാസന്നെ വിദ്യാഗോവിദ ഫൂനവ പ്രതിഹർത്തുഹു സ്തുത്യാം അജഭൂമാനൗ അബ്ധനൗ അജനിഷാതാം. പ്രതീഹാത് സുവർച്ചരായാം പ്രതിഹർത്താദയത്രയ ആസന്നെ വിദ്യാഗോവിദ ഫൂനവ പ്രതിഹർത്തുഹു സ്തുത്യാം അജഭൂമാനൗ അജനിഷാതാം. ഭൂംനാം ഋഷ്യകുല്യായാം ഉദ്ഗീതസ്തത പ്രസ്താവോ ദേവകുല്യായം പ്രസ്താവാൻ നിയുത്സായാം ഹൃദയജ ആഫീത് വിഭോരത്യാം ച പ്രഥുഷേണ തസ്മാൻ നക്ത ആഗോത്യാം ജജ്ഞേ നക്തദ്രുതിപുത്രോ ഗയോ രാജശ്രവ അജായതാം സാക്ഷാത് ഭഗവതോ വിഷ്ണോഃ ജഗദ്രിരക്ഷിഷയാം ഗൃഹീതസത്വസ്യ കലാവ ആത്മതത്വാദിലക്ഷണേന മഹാപുരുഷതം പ്രാപ്തഃ. അതിൽ ഭൂമാവെന്നും അജനെന്നും ഭൂമാവെന്നും 2 പേരാ ജനിച്ചത്. അതിൽ ഭൂമാവിനെ ഋഷികുല്യ എന്ന പത്നിയില് ഉദ്ഗീതൻ എന്ന പുത്രനുണ്ടായി. തതഃ അവനിൽ നിന്നും ദേവകുല്യയിൽ പ്രസ്താവൻ എന്ന പുത്രനുണ്ടായി. ആ പ്രസ്താവനിൽ നിന്നും നിയുത്സയിൽ ഹൃദയജൻ എന്ന പുത്രനുണ്ടായി. നിയുത്സായാം ഹൃദയജ ആഫീദ്. വിഭുവിൽ ആ ഹൃദയജനെ വിഭു എന്ന പത്നിയിൽ രതിയിൽ പ്രഥുഷേണൻ എന്നും അവനിൽ നിന്ന് ആകൂതിയിൽ നക്തൻ എന്ന പുത്രനും ജജ്ഞെ ജനിച്ചു. നക്തനിൽ നിന്നും രുതിപുത്രനായ ഗേയൻ അജായത ജനിച്ചു. രാജർഷിപ്രവരനായ അവൻ ഉദാരശ്രവ ഉത്കൃഷ്ടകീർത്തിയുള്ളവരായിരുന്നു.
ഉദാരമായ ശ്രമത്തോടുകൂടി വരായി. ജഗത് രക്ഷിഷയ, ലോകത്തെ രക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വിഹീത സത്വസ്യം, സത്വഗുണത്തെ സ്വീകരിച്ച ഭഗവത സാക്ഷാത് വിഷ്ണു, ഐശ്വര്യപൂർണനായ സാക്ഷാൽ വിഷ്ണുവിന്റെ കലാശമാണ്. ആത്മവത്വാദി ലക്ഷണേന, ആത്മസാക്ഷാത്കാരം മുതലായ ലക്ഷണം കൊണ്ട് മഹാപുരുഷന്റെ അവസ്ഥയെ പ്രാപിച്ചവനായിരുന്നു. വിഷ്ണുവിന്റെ കലയിൽ നിന്നും ഉണ്ടായതാണ് ജഗത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഉദാരമായ കീർത്തിയുള്ളവനായിട്ട് ഗയൻ എന്നൊരു പുത്രൻ ഉണ്ടായി എന്ന് ഗയന്റെ കഥ അവർ പറഞ്ഞു വെച്ചു. ഓം നൈഷകുല്യായാം ഉദ്ഗീത തദ പ്രസ്താവോ ദേവകുല്യായാം പ്രസ്താവാത് നിൽസായാം ഹൃദയജാഫീത് വിഭോരത്യാം ച തതുഷേണ തസ്മാൻ നക്ത ആകൂത്യം ജജ്ഞേ നക്താദ്രുതിപുത്രോ ഗയോ രാജർഷിപ്രവദാരസ്രവായായതാം സാക്ഷാത് ഭഗവതോ വിഷ്ണോ ജഗത് രക്ഷിഷയാ ഗൃഹീതഫത്വസ്യാം കലൗ ആത്മതത്വാദിരക്ഷണേന മഹാപുരുഷദം പ്രാപ്തഃ പൂർണ്ണഃ ഋഷികുല്യായാം ഗീതസ്തദ പ്രസ്താവോ ദേവകുല്യായാം പ്രസ്താവാൻ നീൽസായാം ഹൃദയജ ആഫീത് വിഭോരത്യാം പുരുഷേണ തസ്മാൻ നക്ത ആകൂത്യം ജിജ്ഞേ നക്താദ്രുതിപുത്രോ ഗയൂരാചർഷപ്രവരുദാരസ്രവാഹജായതാം സാക്ഷാത് ഭഗവതോ വിഷ്ണോ ജഗത് നിരീക്ഷിഷയാ ഗൃഹീതഫത്വസ്യ കലൗ ആത്മതത്വാദിരക്ഷണേന മഹാപുരുഷദം പ്രാപ്തഃ സ്വവൈ സ്വധർമ്മേന പ്രജാപാലനപോഷണപുണ്യന ഉപരാധനാനുശാസനലക്ഷണേന ഇത്യാദിനാദ ഭഗവതി മഹാപുരുഷേ പരാവരേ ബ്രഹ്മണി സർവാത്മന അർപ്പിത പരമാർത്ഥലക്ഷണേന ബ്രഹ്മവിചരണ അനുസേവയ ആപാദിത ഭഗവത് ഭക്തിയോഗേന ചാഭികൃഷ്ണശ പരിഭാവിതാതിശുദ്ധമതിഃ ഉപരത അനാത്മ്യ ആത്മനി സ്വയം ഉപലഭ്യമാന ബ്രഹ്മാനുഭവോപി അഭിമാനേവ അവയും അജുഗുപത് സ്വവൈ, അതെ അദ്ദേഹമാകട്ടെ ഗയനാകട്ടെ, സ്വധർമ്മേന സ്വന്തം ധർമ്മത്തോടുകൂടി പ്രജാപരിപാലനം, പ്രജകളെ പരിപാലിക്കുക, അവരെ പോഷിപ്പിക്കുക, അവരെ പ്രീണിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, അവരെ ലാളിപ്പിക്കുക, അവരെ അനുശാസനം ചെയ്യുക, ശിക്ഷിക്കുക എന്നുള്ള ലക്ഷണം കൊണ്ട് ലക്ഷണേന ഇത്യാദിന യാഗാദികളായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ടും പരാവരേ മഹാപുരുഷേ, പരനും അവരണമായിരിക്കുന്ന മഹാപുരുഷനായ ബ്രഹ്മത്തിൽ സർവാത്മന എല്ലാ ആത്മഭാവത്തോടും പരമാർത്ഥലക്ഷണേന പരമാർത്ഥമായ ലക്ഷണത്തോടു കൂടിയിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ ഭഗവാനിൽ അർപ്പിത സമർപ്പിക്കപ്പെട്ടവനാണ്. കൊണ്ട് ബ്രഹ്മവിച്ചരണ അനുസേവയാണ്. ബ്രഹ്മത്തെ അറിഞ്ഞവരുടെ പാദത്തെ സേവിച്ചുകൊണ്ട് ആപാദിത സമ്പാദിക്കപ്പെട്ട ഭഗവത് ഭക്തിയോഗേന ഭഗവാനുള്ള ഭക്തിയോഗം കൊണ്ട് അഭീഷ്ണശ എല്ലായ്പ്പോഴും പരിഭാവിത അതിശുദ്ധമതി സംസ്കരിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവനായിട്ട് അതിശുദ്ധമതി ഏറ്റവും ശുദ്ധബുദ്ധിയോടുകൂടിയവനായിട്ട് ഉപരത അനാത്മ്യ ആത്മാവല്ലാത്ത ദേഹാദിയിൽ നിന്നും അഭിമാനമില്ലാത്തവനായിട്ട് പിന്തിരിഞ്ഞിട്ട് ആത്മനി ഉപലഭ്യമാനം ബ്രഹ്മാനുഭവം അപി സാക്ഷാത്കാരം ലഭിച്ചവനാണെങ്കിൽ പോലും നിരഭിമാനേവ അഭിമാനമില്ലാത്തവനായിട്ട് തന്നെ ഭൂമിയെ അജുഗപ രക്ഷിച്ചു. ക്ഷത്രിയധർമ്മം തെറ്റാതെ പ്രജകളെ രക്ഷിച്ചു, സന്തോഷിപ്പിച്ചു, ഉപദേശിച്ചു, യജ്ഞം ചെയ്തു, സ്വധർമ്മം നടത്തി. ഇങ്ങനെ ഗൃഹസ്ഥാശ്രമി എന്ന നിലയിൽ യാഗാദി കർമ്മങ്ങൾ കൊണ്ട് ബ്രഹ്മാദികളായ ഉത്കൃഷ്ടന്മാർക്കും
അവരിൽ നിന്ന് ആണവരായിരുന്ന കൃഷ്ണന്മാർക്കും ഈശ്വരനായും മഹാപുരുഷനായും എല്ലായിടത്തും നടന്നു നിൽക്കുന്ന ഭഗവാനെ ആരാധിച്ചുകൊണ്ട് കർമാനുഷ്ഠാനത്തോടുകൂടി ഭഗവത് പ്രസാദം കൊണ്ട് ബ്രഹ്മജ്ഞാനികളെ ഉപചരിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം കഴിഞ്ഞുകൂടി ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഭഗവാൻ ഭക്തി ഉണ്ടാകും. അത് നിരന്തരമായും ഭഗവത് സേവ കൊണ്ട് പരിശുദ്ധനായി അങ്ങനെ ഭൂമിയെ പരിപാലിച്ചു പോകുന്നു. അദ്ദേഹത്തിന്റെ കഥ ഇവിടെ ഒന്ന് അനുസ്മരിച്ചതാണ്. ഫവൈ സ്വധർമ്മേണ പ്രജാപാലന പോഷണ പ്രണനോപരാളനാനുശാസന ലക്ഷണേന ഐക്യാദിനാഥ ഭഗവതി മഹാപുരുഷേവരാവരേ ബ്രഹ്മണേ സർവാത്മന അർപ്പിതപരമാർത്ഥലക്ഷണേന ബ്രഹ്മവിച്ചരണാനുസേവയാപാദിത ഭഗവത് ഭക്തിയോഗേന അഭീഷ്ണശ പരിഭാവിത അതിശുദ്ധിമതി ഉപരദാനാത്മ്യാത്മനെ സ്വയം ഉപലഭ്യമാനുഭവോപി നിലഭ്യമാനേവ അവനിമജുഗുപത് സ്വൈ സ്വധർമ്മേണ പ്രജാപാലന പോഷണ പ്രജ്ഞന ഉപരാളനാനുശാസന ലക്ഷണേന ജ്യാതിനാച ഭഗവതി ഭാവുഷേവരാവരേ ബ്രഹ്മണേ സർവാത്മനാർപ്പിതപരമാർത്ഥലക്ഷണേന ബ്രഹ്മവിചരണാനുസേവയാപാദിത ഭഗവത് ഭക്തിയോഗേന ഭീഷ്ണശ പരിഭാവിതാതിശുദ്ധിമതിരുപരതാരാത്മ്യാത്മനുസ്വയമുപലഭ്യമാന ബ്രഹ്മാനുഭവോപി വിലഭ്യമാനേവ അവനിമജുഗുപത്. തഫീമാം ഗാഥാം പാണ്ഡവേയ പുരാവിധ ഉപകായിരി. ഹേ പാണ്ഡവേയ, അല്ലയോ പരീക്ഷിത് രാജാവേ, തഫ്യ അവനെക്കുറിച്ച് ഇമാം ഗാഥാം ഇങ്ങനെയുള്ള ഒരു ഗാഥയെ പുരാവിധ ഉപകായന്തി പണ്ടുള്ളവരെ പാടി പുകഴ്ത്താറുണ്ട്. ആ ഗയനെ കുറിച്ച് എന്താണ്? ഗയം നർവം കപ്രതിയാദികർമ്മഭൻ യജ്വാഭിമാനി ബഹുവിധ് ധർമ്മഗോപ്ത സമാഗത ശ്രീ ഫദസപതി ഫദം ഫത്സേവന്യോ ഭഗവത് കലാ. ഗയം നർവം, ജയൻ എന്ന രാജാവിനെ ആരാണ് പ്രതിയാതി പിന്തുടരുന്നത്? ആരാണ് അദ്ദേഹത്തെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റിയ ഒരാൾ? കർമ്മഭീഹി യജ്വാഭിമാനി, കർമ്മങ്ങൾ കൊണ്ട് യാഗാഭിമാനിയാണ്, അഭിമാനത്തോടുകൂടി യജ്ഞം ചെയ്യുന്നവനാണ്. ബഹുവിധ്, ധാരാളം അറിയുന്നവനാണ്. ധർമ്മഗോപ്താവാണ്, ധർമ്മത്തെ രക്ഷിക്കുന്നവനാണ്. സമാഗത ശ്രീ, ഐശ്വര്യം വന്നു ചേർന്നവൻ. ഫദസപതി, സത്തും അസത്തുമായ സമസ്ത ജീവജാലങ്ങളുടെയും രക്ഷകനാണ്. സദാം സത്സേവകോ, സജ്ജനങ്ങൾക്ക് സേവിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാണ്. ഇങ്ങനെ ഭഗവത് കലാം കൃതേ, ഭഗവാന്റെ കലയല്ലാതെ അന്യഹക്ക, വേറെ ആരാണ്? ഈ ഗയൻ ഭഗവാന്റെ കല കൊണ്ട് അവതരിച്ചു തന്നെയാണ്. ആ കലാംശം ഇല്ലാത്ത ഒരാൾക്ക് ഇത്രയും യോഗ്യത ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്ന് ഈ ഗയനെ കുറിച്ച് പുരാവിത്തുകൾ ഇങ്ങനൊരു ഗാനം പാടാറുണ്ടായിരുന്നു. ഗയം നൃപക പ്രതിയാദികർമ്മഭിമാനേ ബഹുവിധ് ധർമ്മഗോപ്താം സമാഗത ശ്രീ ഫദസപതി ഫദം ഫത്സേവകോദ്യോ ഭഗവത് കലാമതേ. ഗയം നൃപം പ്രതിയാദികർമ്മഭൻ യജ്വാഭിമാനീ ബഹുവിധ് ധർമ്മഗോപ്താം സമാഗത ശ്രീ ഫദസപതി ഫദം ഫത്സേവകോദ്യോ ഭഗവത് കലാമതേ. യമഭ്യഷിഞ്ചൻ പരയാമുദാ ഫരീഹി സത്യാശിഷോ ദക്ഷകന്യാ ഫരിദ്ഭിഃ യഫ്യ പ്രജാനം ദുദുഹേ ധരാശിഷോ നിരാശിഷോ ഗുണവത് ഫസ്നുതോധാഹം. യം അഭ്യഷിച്ചൻ, യാതൊരുവനെ അഭിഷേകം ചെയ്ത്, പരയാ മുദാ ഫതി, പരമമായ മോദത്തോടെ, അത്യധികമായ സന്തോഷത്തോടെ, സത്യാശിഷ, സത്യമായ ആശിഫോടുകൂടി, ഫതീഹി, ദക്ഷകന്യകകളായ ദക്ഷപുത്രിമാർ അത്യധികം സന്തോഷത്തോടെ, സരിദ്ഭിഹി, നദീജലങ്ങൾ കൊണ്ട്,
യം അഭ്യഷിഞ്ചൻ യാതൊരുവനെ അഭിഷേകം ചെയ്തുവോ നിരാശിഷ യസ്യ യാതൊരാഗ്രഹവുമില്ലാത്ത അവന്റെ ഗുണവത് ഫസ്നുതോധാഹ ഗുണമാകുന്ന ഗുണവത്സ ഗുണവത്സൻ ഗുണമാകുന്ന കുട്ടിയെ കൊണ്ട് സ്മൃതോധാഹ ചുരന്ന അകിട് സ്മൃതം ചുരന്നത് ഊധഫ് അകിട് ഓടുകൂടിയ ധരാ ഭൂമി പ്രജാനാം ആശിഷ പ്രജകളുടെ ആഗ്രഹങ്ങളെ ദുദുഹേ കറന്നെടുത്തു. പതിവ്രതകളായ ശ്രദ്ധ, മൈത്രി, ദയ എന്ന് 3 പ്രസിദ്ധരായ ദക്ഷപുത്രന്മാർ. ഇവനെ സന്തോഷത്തോടുകൂടി നദീജലം കൊണ്ട് അഭിഷേകം ചെയ്ത് ഒന്നിനെയും ആഗ്രഹിക്കാത്ത അവന്റെ ഗുണമാകുന്ന കുട്ടിയിലുള്ള സ്നേഹം കൊണ്ട് അകിട് ചുരത്തിയിരിക്കുന്ന ഗൗരൂപിണിയായ ഭൂമിദേവി പ്രജകളുടെ അഭീഷ്ട വസ്തുക്കളെല്ലാം കടന്നു. ആ ഗയൻ എന്ന രാജാവിനോട് കിഴപിടിക്കാൻ വേറെ ആരാ ഉള്ളത്? ആരും തന്നെ ഉണ്ടാവില്ല. ഗയന്റെ മഹത്വത്തെ കുറിച്ചാണ് പിന്നെയും പറയുന്നത്. രക്ഷപുത്രന്മാർ അദ്ദേഹത്തെ നദീജലം കൊണ്ട് അഭിഷേകം ചെയ്തു. അദ്ദേഹം പശുക്കുട്ടി കുടിക്കുമ്പോൾ പശു എങ്ങനെയാണോ അകിട് ചുരത്തി പാല് കൊടുക്കുന്നത് അതുപോലെ രാജ്യത്തെ മുഴുവനും ഭൂമിദേവി കറന്നു കൊടുത്തു അദ്ദേഹത്തെ കൂടി. അദ്ദേഹത്തിന്റെ രാജ്യഭരണം പാലുകൊണ്ട് അമ്മ കുട്ടികളെ നിറയ്ക്കുന്നത് പോലെ ഇദ്ദേഹം തന്റെ സത്സന്താനങ്ങളെ കൊണ്ട് ഈ ഭൂമി മുഴുവനും ഫലഭൂയിഷ്ടമാക്കി മാറ്റി എന്നത് ഗയന്റെ ഒരു മഹത്വമാണ്. യം അഭ്യഷിഞ്ചൻ പരയാമുദാ ഫതീഹി പ്രത്യാശിഷോ ദക്ഷകന്യാ ഫരിദ്ഭിഃ യസ്യ പ്രജാനം ദുദുഹേധരാശിഷോ നിരാശിഷോ ഗുണവത്സസ്മൃതോധാം. യം അഭ്യഷിഞ്ചൻ പരയാമുദാ ഫതീഹി പ്രത്യാശിഷോ ദക്ഷകന്യാ ഫരിദ്ഭിഃ യസ്യ പ്രജാനം ദുദുഹേധരാശിഷോ നിരാശിഷോ ഗുണവത്സസ്മൃതോധാഹം. ഛന്ദാംശകാമഫ്യകാമാൻ ദുദുഹു രാജഹൃരഥോ ബലിം നൃപാഹം പ്രത്യഞ്ജിതായുധി ധർമ്മേണ വിപ്രായത ആശിഷാം ഷഷ്ടം ശുംഭരേത്യാം. ഛന്ദാംസി അകാമഫ്യ ഛന്ദസ്സുകളെ അകാമഫ്യ കാമിക്കാത്തവനായ യാതൊരുവന്റെ അകാമനായിരിക്കുന്ന അകാമഫ്യ യസ്യ കാമാൻ ഒന്നിനും ആഗ്രഹമില്ലാതിരിക്കുന്ന അവന്റെ കാമങ്ങളെ ഛന്ദാംസി വേദങ്ങൾ ദുദുഹു കറന്നെടുത്തു, ദോഹനം ചെയ്തു. ആജഹ്രുഹു സമർപ്പിച്ചു. അധോ ബലിം നൃപാഹം കറന്നെടുത്തിട്ട് ബലിയായിട്ട്, ബലി എന്നുള്ളതിന് ഇവിടെ കരം എന്നർത്ഥം. രാജാവ് എന്തൊക്കെ സമ്പൽ സമൃദ്ധികൾ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചോ അത് മുഴുവൻ ജനങ്ങൾ കറന്നെടുത്തിട്ട് ആ പാൽ മുഴുവനും തങ്ങളുടെ ഉപയോഗം കഴിഞ്ഞ് രാജാവിന് ബലിയായിട്ട് കരമായിട്ട് തിരിച്ചു. ഒരാഗ്രഹവും ഇല്ലാത്തവനാണ് അദ്ദേഹം. വേദോക്തങ്ങളായ കർമ്മങ്ങളെല്ലാം ആഗ്രഹിക്കുന്നവർക്കെല്ലാം അവരവരുടെ ആഗ്രഹങ്ങൾ കറന്നു കൊടുത്തു. ആരെന്താവശ്യപ്പെട്ടാലും അത് കറന്നു കൊടുക്കും.
യുദ്ധത്തിൽ പോലും അമ്പുകൊണ്ട് പരാജയപ്പെടുത്താമെന്ന രാജാക്കന്മാരൊക്കെ കീഴടങ്ങി. എന്നല്ല, അവരുടെ ധനം മുഴുവൻ ഇവിടെ സമർപ്പിക്കുകയും ചെയ്തു. വിധിപൂർവം സമസ്ത പ്രജകളെയും പരീക്ഷിക്കപ്പെട്ടവരായ അവരെ അവരവരുടെ ശുഭകർമ്മത്തിന്റെ ഷഷ്ടാംശം, ആറിലൊരംശം, ഇത് ആശിഷാം ഷഷ്ടമംശം രാജാവിനായിട്ട് സമർപ്പിച്ചു. ആ ഗയന് തുല്യനായി വേറെ ആരുണ്ട്? നമ്മൾ അധികം കേൾക്കാത്തൊരു രാജാവാണ്. രാജധർമ്മത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ അദ്ദേഹം സമർപ്പിച്ചു. തനിക്കൊരാഗ്രഹമില്ല. അകാമനായ അവന്റെ കാമങ്ങളെ വേദങ്ങൾ കറന്നുകൊടുത്തു. ആ കറന്നു കിട്ടിയ പാല് കൊണ്ട് പ്രജകൾ അവരുടെ ആവശ്യം നിറവേറ്റിയിട്ട് അതിന്റെ 6 രാജാവിന് തിരിച്ച് കരമായി കൊടുത്തു. യുദ്ധത്തിൽ പോലും എതിർത്തു നിൽക്കുന്ന പ്രത്യഞ്ജിതോ യുധി ധർമ്മേണ വിപ്ര, അവർ പോലും ഈ രാജാവിനെ കപ്പം കൊടുത്ത് കരം കൊടുത്ത് രാജാവിന്റെ അധീനതയിൽ അകപ്പെട്ടവരായി മാറി. ഇത്രയും കഴിവുള്ളവന് ആ ഗയനെ പോലെ ഒരാൾ ലോകത്തിൽ ആരുണ്ട്? ആരും തന്നെ. ഛന്ദാംശകാമഫ്യകാമന്തുഹു ആജഹൃരഥോ ബലിം നൃപാം പ്രത്യഞ്ജിതായുധർമ്മേണ വിപ്രായതാശിഷം ഷഷ്ടമംശം പരേത്യം. ഛന്ദാംശകാമഫ്യകാമാൻ ദുദുഹും അജാ ദുദുഹു രാജഹൃരഥോ ദുദുഹു ആജഹൃ ഉച്ചരുമ്പോൾ ദുദുഹു രാജഹൃരഥോ ബലിം നൃപാം പ്രത്യഞ്ജിതായുധർമ്മേണ വിപ്രായതാശിഷം ഷഷ്ടമംശം പരേത്യം. ഛന്ദാംശകാമഫ്യകാമാൻ ദുദുഹു രാജഹൃരഥോ ബലിം നൃപാം പ്രത്യഞ്ജിതായുധർമ്മേണ വിപ്രായതാശിഷം ഷഷ്ടമംശം പരേത്യം. യസ്യാധ്വരേ ഭഗവാനധ്വരാത്മാമഖോനി മാദ്യറ്റുരുഫോമപീഥേ ശ്രദ്ധാവിശുദ്ധാചലഭക്തിയോഗസമുത്തിതേജ്യാഫലമാജഹാരാം. യസ്യ അധ്വരെ, ഇവന്റെ യജ്ഞത്തിൽ വെച്ച് ഭഗവാൻ അധ്വരാത്മാവായ ഭഗവാൻ മഖോനി മാദ്യതി ഒരു ഫോമപീഠേ, ഇന്ദ്രൻ ഫോമപാനം കൊണ്ട് മതിച്ചിരിക്കെ മഖോനി ഇന്ദ്രനിൽ, മഖവൻ ഇന്ദ്രൻ, എന്റെ സപ്തമയാണ് മഖോനി. മാദ്യതി ഫതി മതിക്കവേ, ഒരു ഫോമപീഠേ ധാരാളം ഫോമപാനം കൊണ്ട് മതിച്ചിരിക്കെ ശ്രദ്ധാവിശുദ്ധാചലഭക്തിയോഗ സമർപ്പിതാം ഫലമാജഹാരാം. ശ്രദ്ധ കൊണ്ട് പരിശുദ്ധമായ അചലമായ ശ്രദ്ധ, വിശുദ്ധ അചല ഭക്തിയോഗത്തോടുകൂടി സമർപ്പിക്കപ്പെട്ട യാഗഫലത്തെ അജഹാര ഭഗവാൻ തന്നെ സ്വീകരിച്ചു. ദേവന്മാർക്ക് സംതൃപ്തി സോമരസത്തിന്റെ പാനം കൊണ്ടാണ്. അത് വീണ്ടും വീണ്ടും യജ്ഞത്തിൽ ഹോമിച്ച് ആ യാഗഭാഗത്തെ സ്വീകരിച്ച ഇന്ദ്രൻ ആ സോമലതയുടെ ലഹരിയിൽ മതിക്കുന്ന സമയത്തും ശ്രദ്ധയോടെ പരിശുദ്ധമായി സമർപ്പിച്ച യാഗഫലത്തെ ഫലദാതാവായ ഭഗവാൻ പ്രത്യക്ഷനായി വന്ന് സ്വീകരിച്ചു. ആ ഗയനെന്ന രാജാവിന് തുല്യൻ വേറെ ആരുണ്ട്? ഇങ്ങനെയൊക്കെ ആയിട്ടും ഭഗവാൻ നേരിട്ട് വന്ന് ഇന്ദ്രനൊക്കെ അതിക്രമിച്ചുകൊണ്ട് യജ്ഞത്തെ സ്വീകരിച്ച ഫലമുണ്ട്. യസ്യാധ്വരേ ഭഗവാനധ്വരാത്മാ മഖോനിമാദ്യത്യുരുഫോമപീഠേ ശ്രദ്ധാവിശുദ്ധാചലഭക്തിയോഗ സമർപ്പിതേജ്യാഫലമാജഹാരാം. യസ്യാധ്വരേ ഭഗവാനധ്വരാത്മാ മഖോനിമാദ്യത്യുരുഫോമപീഠേ ശ്രദ്ധാവിശുദ്ധാചലഭക്തിയോഗ സമർപ്പിതേജ്യാഫലമാജഹാരാം. പ്രീണനാത് ബർഹിഷി ദേവതിര്യങ് മനുഷ്യവീരുത്വ
തൃണമാവിരിഞ്ചാൻ പ്രിയേത സദ്യ സഹ വിശ്വജീവ പ്രീത സ്വയം പ്രീതിമകാത് ഗയഫ്യാം. യത് പ്രീണനാൽ യാതൊരുവന്റെ സന്തോഷം കൊണ്ട് ബർഹിഷി യാഗത്തിൽ അഗ്നിയിൽ ദേവതിര്യൻ മനുഷ്യ വീരു തൃണം ആവിരിഞ്ചാത്രിയേത. ദേവന്മാരെ ഈ തിര്യക്കുകള്, മനുഷ്യര്, സസ്യങ്ങള്, പുല്ലുകൾ വരെയുള്ള എല്ലാ ജീവജാലങ്ങളും ദേവ തിര്യൻ മനുഷ്യ വീരുത്ത് തൃണം ആവിരിഞ്ച. ബ്രഹ്മാവ് മുതൽ ഒരു പുൽക്കുടി വരെയുള്ള സകല ജീവജാലങ്ങളെയും പ്രിയേത സന്തോഷിപ്പിച്ചു. സദ്യ സഹ വിശ്വജീവ. സദ്യ പെട്ടെന്ന്, വിശ്വജീവ വിശ്വത്തെ മുഴുവനും അന്തര്യാമിയായ ഈ വിശ്വത്തെ മുഴുവനും അന്തര്യാമിയായി ഇരുന്നു കൊണ്ട് സദ്യപ്രിയത പെട്ടെന്ന് സന്തോഷിപ്പിച്ചു. പ്രീത സ്വയം പ്രീതനായി പ്രീതിം അഗാത് ഗയഫ്യ. ഗയന്റെ യജ്ഞം കൊണ്ട് പ്രീതിം അഗാത് ഭഗവാൻ സന്തുഷ്ടനായി. യാഗത്തിലെ ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള സമസ്ത ജീവജാലങ്ങളും സന്തുഷ്ടരായി. അങ്ങനെ ജീവവർഗങ്ങൾ സന്തോഷത്തെ പ്രാപിച്ചപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ നിൽക്കുന്ന ഭഗവാൻ ഏറ്റവും സന്തോഷിച്ചു. ജീവജാലങ്ങളൊക്കെ ഉള്ള ആരാ ഉള്ളത്? ഭഗവാൻ. ജീവജാലങ്ങൾ സന്തോഷിച്ചാൽ ഭഗവാൻ സന്തോഷിക്കും. സദ്യപ്രിയേത. അന്തര്യാമിയായ ഭഗവാൻ നിത്യതൃപ്തനാണെങ്കിലും ഇതുകൊണ്ട് ഏറെ സന്തോഷിച്ചവനായി. യജ്ഞഭൂമിയിൽ പ്രത്യക്ഷനായിട്ട് വന്ന് രാജാവിനോട് പറഞ്ഞു, അതെയോ രാജാവേ, ഞാൻ അങ്ങയുടെ ആരാധന കൊണ്ട് സംപ്രീതനായി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗയന്റെ സകല പ്രീതികളും അദ്ദേഹത്തിന് സാധിച്ചോളൂ. ഇങ്ങനെ ഗയനെ പോയതിനായിട്ട് ആരാണ്? ഈ ചോദ്യമാണ് മൂന്നാല് ശ്ലോകം കൊണ്ട് ചോദിച്ചത്. പ്രീണനാത് ബർഹിഷിദേവതിര്യൻ മനുഷ്യവീരു തൃണമാവിരിഞ്ചാത് പ്രിയേത സദ്യ സഹ വിശ്വജീവ പ്രീത സ്വയം പ്രീതിരഗാത് ഗയഫ്യാം. യത് പ്രീണനാത് ബർഹിഷിദേവതിര്യൻ മനുഷ്യവീരു തൃണമാവിരിഞ്ചാൻ പ്രിയേത സദ്യ സഹ വിശ്വജീവ പ്രീത സ്വയം പ്രീതിമഗാത് ഗയഫ്യാം. ഗയാത് ഗയന്ത്യം ചത്രരഥാം സുഗതിരവരോധനൈരി ത്രയപുത്രാ ബഭൂശ്ചത്രരഥാത് പൂർണ്ണായാം സമ്രാട് അജനിഷ്ഠാം. ഗയാത് ആ ഗയനിൽ നിന്നും ഗയന്ത്യാം ഗയന്തി എന്ന പത്നിയിൽ ചിത്രരഥ സുഗതി അവരോധന എന്ന് 3 പുത്രന്മാരുണ്ടായി. ചിത്രരഥ സുഗതി അവരോധനയിൽ ത്രയപുത്രാഹ ബഭൂ 3 പുത്രന്മാർ ബഭൂ ഭവിച്ചു. അതിൽ ചിത്രരഥന് പൂർണ്ണ എന്ന ഭാര്യയിൽ സമ്രാട് അജനിഷ്ഠ സമ്രാട്ട് എന്ന പേരായ പുത്രൻ ഉണ്ടായി. ഗയാത് ഗയന്ത്യം ചിത്രരഥം സുഗതിര അവരോധനൈതി ത്രയപുത്ര ബഭൂശ്ചിത്രരഥാത് പൂർണ്ണായാം സമ്രാടജനിഷ്ഠാം. ഗയാത് ഗയന്ത്യം ചിത്രരഥം സുഗതിരവരോധനൈതി ത്രയപുത്രാഹ ബഭൂവു ചിത്രരഥാത് പൂർണ്ണായാം സമ്രാട് അജനിഷ്ഠാം. തത ഉത്കരായാം മരീചി മരീചേ ബിന്ദുമത്യാം. ബിന്ദുമാൻ ഉദപദ്യത തസ്മാൻ ഫരഖായം മധുനാമാഭവൻ മധോഫു മനസി വീരവ്രതസ്തോ ഭോജായം മന്ധു പ്രമന്ധൂജജ്ഞാതേ
മന്ധോ സത്യായാം പൗവനസ്തോ ദൂഷണായാം ത്വഷ്ടാജനിഷ്ടാം തുഷ്ടുർവിരോചനായാം വിരജോ വിരജശതജിത്രവരം പുത്രശതം കന്യാച ക്ഷൂച്യം കിരജാതം. അത്തതഃ അവനിൽ നിന്നും, സമ്രാട്ടിൽ നിന്നും, ഉത്കലായ ഉത്കലയിൽ മരീചി മരീചിനപുത്രൻ, മരീചേഹി ബിന്ദുപത്യാം മരൂചിക്ക് ബിന്ദുമതിയിൽ ബിന്ദുമാൻ ഉദപത്യത, ബിന്ദുമാൻ ഉത്പാദിപ്പിക്കപ്പെട്ടു ഉണ്ടായി. തസ്മാ ആ ബിന്ദുമാനിൽ നിന്നും ഫരഖായ ഫരഖ എന്ന പത്നിയിൽ മധുനാമ അഭവൻ, മധു എന്ന പുത്രനുണ്ടായി. അധോഹോ മധുവിനെ ഫുമനഫി ഫുമനഫ് എന്ന പത്നിയിൽ വീരവ്രതൻ എന്ന പുത്രനുണ്ടായി. വീരവ്രതനെ ഭോജയിൽ മന്ധു പ്രമന്ധു എന്ന രണ്ട് പുത്രന്മാരുണ്ടായി. അതിൽ മന്ധുവിന് സത്യയിൽ ഭൗവനൻ എന്ന പുത്രനുണ്ടായി. ആ ഭൗവന് ദൂഷണയിൽ ത്വഷ്ടാവ് ഉണ്ടായി. ആ ത്വഷ്ടാവിൽ നിന്നും വിരോചനയിൽ വിരജൻ എന്ന പുത്രനുണ്ടായി. അവനിൽ നിന്നും ശതജിത് പ്രവരം പുത്രശതം, ശതജിത് പ്രവരന്മാരായ 100 പുത്രന്മാരും കന്യാച കന്യയും വിഷൂച്യം വിരജാത, വിഷൂജിയിൽ ഉണ്ടായി. അത് മന്ധു പ്രമന്ധു എന്ന 2 പേരില് മന്ധുവിന് ഭൗവൻ എന്ന പുത്രൻ, അവന് ദൂഷണയിൽ ത്വഷ്ടാവുണ്ടായി. അവന് വിരോചനയിൽ വിരജനുണ്ടായി. അവന് വിഷൂചിയിൽ ശതജിത്ത് എന്ന പേരായ ജ്യേഷ്ഠപുത്രനോടുകൂടി 100 പേരും ഒരു പുത്രിയും. തഥാ ഉത്കലായം മരീചൻ മരീചർ ബിന്ദുമത്യാം ബിന്ദുമാനുദപദ്യതാം തത്മാം ഫരഖായം മധുനാമാഭവത് മധോഫു മനസി വീരവ്രത തതോ ഭോജായ മന്ധുപ്രമന്ധൂ ജജ്ഞാതേ മന്ധോ സത്യായം ഭൗവനസ്തോ ദൂഷണായാം ദുഷ്ടാജ അജനിഷ്ടാം തുഷ്ടുർവിരോചനായാം വിരജോ വിരജരജിത് പ്രവരം പുത്രശതം കന്യാച വിഷൂച്യാം ഗിരജാതം തത ഉത്കലായാം മരീചർ ബിന്ദുമത്യാം ബിന്ദുമാനുദപദ്യതാം തത്മം ഫരഖായാം മധുനാമാഭവൻ മധോ മനസി വീരവ്രതസ്തോ ഭോജായാം മന്ധുപ്രമന്ധു ജിജ്ഞാതേ മന്ധോ സത്യായാം ഭൗവനസ്തോ ദൂഷണായാം തുഷ്ടാജനിഷ്ടാം തുഷ്ടുർവിരോചനായാം വിരജോ വിരജശതജിത് പ്രവരം പുത്രശതം കന്യാച വിഷൂച്യം ഗിരജാതം. തത്രായം ശ്ലോക. ഇവിടെ ഇതിനെ സംബന്ധിച്ച് ഒരു ശ്ലോകമുണ്ട്. കാരണം എന്താ, പ്രിയവ്രതന്റെ വംശത്തിൽ ജനിച്ചവരെല്ലാം ഉത്തമന്മാരായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകം. പ്രയവ്രതം വംശമിതം ഇതം വിരജശ്ചരമോത്ഥവാം അകരോദ്യതുലം കീർത്തിയ വിഷ്ണു സുരഗമം യഥാം. പ്രയവ്രതം പ്രിയവ്രതനെ സംബന്ധിച്ചത് പ്രയവ്രതം വംശം, പ്രിയവ്രതന്റെ വംശപരമ്പരയാണ് ഈ 5-ൽ പറഞ്ഞു വന്നത്. ഇമം വിരജ, രജോഗുണം നശിച്ചവരാണ്. ഈ പ്രയവ്രത വംശ കീർത്തി കൊണ്ട് വിരജ ചരമോദ്ഭവ അവസാനമുണ്ടായവന്റെ പേരാണ് വിരജൻ എന്ന്. വിഷൂജിയിലുണ്ടായ പുത്രന്മാരിൽ വെച്ച് ഏറ്റവും അവസാനത്തെ പുത്രന്റെ പേര് വിരജൻ എന്നാണ്. ആ വിരജനാകട്ടെ ഈ പ്രിയവ്രതന്റെ വംശത്തെ കീർത്തിയ അതുല്യം അക്കരോത്, കീർത്തി കൊണ്ട് അതുല്യമാക്കിച്ചു. ഇതിന് തുല്യമായി ഒന്നും ഇല്ലാത്തതായി. വിഷ്ണുഹു സുരഗണം യഥ, മഹാവിഷ്ണു ദേവസമൂഹത്തെ എന്ന പോലെ അലങ്കരിച്ചു. ഒരു ഉപമ കൊണ്ടാണ് അത് പൂർത്തിയാക്കുന്നത്. ഒടുവിൽ ജാതനായ വിരജൻ
തന്റെ പ്രവൃത്തി കൊണ്ടുണ്ടായ ഫൽകീർത്തി കൊണ്ട് പ്രിയവ്രത മഹാരാജാവിന്റെ വംശത്തെ വിഷ്ണു ദേവസമൂഹത്തെ എന്ന പോലെ അധികം അലങ്കരിച്ചു. വളരുന്നത് ഒക്കെ വിഷ്ണുവിന്റെ കൈത്തണലിൽ നിന്നും അപകടപ്പെടുന്നതോ അവനെ കൂട്ടി വിഷ്ണു നിൽക്കുന്ന പരാതിയുമർത്തിച്ച് അതിനെ രക്ഷിക്കും. ദേവന്മാർ എന്താവശ്യപ്പെട്ടാലും സ്വന്തം മക്കളെ ലാളിക്കുന്നത് പോലെ അത് സാധിച്ചു കൊടുത്ത് രക്ഷിക്കുന്നവനാണ് ഭഗവാൻ. അതുപോലെ ആയിരുന്നു ഇദ്ദേഹം വിരജൻ. വിഷ്ണു ഫുരഗണം യഥ, വിഷ്ണു ഫുരഗണത്തെ എന്ന പോലെ അതുല്യമായ കീർത്തി കൊണ്ട് കരോത് അലങ്കരിച്ചു ചെയ്തു. ആദ്യന്തജാതന്മാരായ മഹാത്മാക്കളായിരുന്നു ഇവരെല്ലാവരും. എങ്കിലും ആ വംശത്തിൽ അവതരിച്ച മഹാരാജാക്കന്മാരെല്ലാവരും മഹാനുഭാവന്മാരായിരുന്നു എന്ന് പ്രിയവ്രതന്റെ ചരിതം. പ്രിയവ്രതൻ വിവാഹം കഴിക്കില്ല എന്ന് പയവനാണ് സ്ഥാനപാതന്റെ ജ്യേഷ്ഠനായ പ്രിയവ്രതൻ. പക്ഷെ വീണ്ടും അദ്ദേഹം വിവാഹം കഴിച്ചു വന്നത് മാത്രമല്ല, ആ വംശപരമ്പരയിലുണ്ടായ രാജാക്കന്മാരുടെ കഥ മുഴുവൻ ഒക്കെ ഭഗവാന്റെ അംശമാണ്. എത്രയെത്ര അവതാരങ്ങൾ, എത്രയെത്ര ഭഗവത് കഥകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഭാഗം, ഈ വംശപരമ്പരയുടെ കഥ ഇവിടെ സംഹരിക്കുകയാണ് ഈ ശ്ലോകത്തോടു. പ്രയ്യവ്രതം വംശമിമം വിരജശ്ചരമോത്ഥവാം അകരോത് അതുല്യം കീർത്തിയാ വിഷ്ണു ഫുരഗണം യഥാ. പ്രയ്യവ്രതം വംശമിമം വിരജശ്ചരമോത്ഥവാം അകരോത് അതുല്യം കീർത്തിയാ മിതം വിരജശ്ചരമോത്ഥവാം അകരോത് അതുല്യം കീർത്തിയാ. സാറേ സാറേ അത്യലം എന്നാണ് അത്യലം. ചോദിച്ചോ? അതിയലം എന്നാണ് ഇരിക്കുന്നത്. അത്യലം എന്നാണ് ഇരിക്കുന്നത്. അകരോത് അത്യലം. അത്യല അത് ശരിയാ. അല്ലെ? അത്യലം. അതി അലം അകരോത്. അലം അകരോതാണ് അലങ്കരിച്ചു എന്ന് കിട്ടുന്നത്. അലങ്കാരം എന്ന് വെച്ചാൽ അലം കരോതി അലങ്കാരം എന്നാണ്. അലം അകരോത് എന്ന് വെച്ചാൽ അലങ്കരിച്ചു. അതി അലം അകരോത് ഏറ്റവും അധികം അലങ്കരിച്ചു എന്ന് കിട്ടാനുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രയ്യവ്രതം വംശമിമം വിരജശ്ചരമോത്ഭവാം. ഇല്ലേ? നിങ്ങൾ ബസ് അകരോത് അത്യലം എന്നല്ലേ? അതെ സാറേ. അത്യലം. പദം തിരിച്ചിട്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അത്യലം അകരോത് തിരിച്ചിട്ടു എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അകരോദത്യലം കീർത്യ വിഷ്ണു ഫുരഗണം യഥ. അതാണെന്നുള്ളത് ശരി. അകരോദത്യലം. പ്രയ്യവ്രതം വംശമിമം വിരജശ്ചരമോത്ഭവാം അകരോദത്യലം കീർത്യ വിഷ്ണു ഫുരഗണം യഥാ എന്ന് ആ വംശപരമ്പരയുടെ മഹത്വം ഇത്രയും 15 അധ്യായങ്ങളിൽ കൂടി പറഞ്ഞ അല്ലെ 8 അധ്യായത്തിൽ വിസ്തരിച്ചു ഉപന്യസിച്ച ഭരതവംശത്തിന്റെ, അതിനു മുമ്പ് പറഞ്ഞ പ്രിയവ്രത രാജ എന്ന വംശത്തിന്റെയും വംശാവലിയുടെ ചരിതം ഇവിടെ ഉപസംഹരിച്ചു എന്ന് അതിനു മുമ്പ് ഉത്ഥാനവാദിന്റെയും പറഞ്ഞു, പ്രിയവ്രതന്റെയും പറഞ്ഞു. ഇനിയുള്ള ഒരു 14 അധ്യായത്തിൽ കൂടി ഭൂമിയുടെ ദ്വീപുകളെ, ഉപദ്വീപുകളെ കുറിച്ചും ഭൂവിസ്താരത്തെക്കുറിച്ചും വിസ്തരിച്ച് പറയുക. അത് മുഴുവൻ ഒരു ചരിത്ര കഥ പോലെ പറഞ്ഞു പോകാനേ ഉള്ളൂ. എങ്കിലും അതിൽ കൂടി നമുക്ക് കടന്ന് ഈ പഞ്ചമസ്കന്ധം എന്ന നമ്മുടെ ഒരു ആവർത്തനത്തെ ഇവിടെ ഉപസംഹരിക്കാം. അത് പ്രത്യേകമാണ്. ഇന്നിവിടെ ഉപസംഹരിക്കാം. സംശയമുള്ളവർക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഇനിയും ഏപ്രിൽ മാസം ക്ലാസ്സില്ല, മെയ് 6, 7 ആ സമയത്ത് ഇനി ക്ലാസ് ഉണ്ടാവുള്ളൂ. അതുവരെ നിങ്ങൾ ഭാഗവതം പഠിച്ചത് വായിച്ച് ഉറപ്പിച്ച് വീണ്ടും അതിൽ എന്താണ് അവധാനതയോടെ ഇരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ പറയാം.
വെക്കേഷൻ ആണോ സാർ? എന്തോ വെക്കേഷൻ ആണോ? വെക്കേഷൻ എല്ലാ ക്ലാസ്സുകളും ഒരു മാസത്തേക്കില്ല, ഏപ്രിൽ മാസം മുതൽ. നമ്മൾ ഈ ഭാഗവതയിലെ സാറേ താൻ- പഞ്ചമസ്കന്ധം വരെ ഇങ്ങനെ പഠിച്ചതൊന്നേ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യം പിന്നെ പരീക്ഷിത്ത് മഹാരാജാവ് ഈ പ്രായോപദേശം ചെയ്യാനിരുന്നപ്പം ആരും ക്ഷണിക്കാതെ ജ്ഞാനോപദേശം കൊടുത്ത ശ്രീശുഖബ്രഹ്മർഷി വന്നു. തൃതീയ സ്കന്ധമായപ്പം വിതുരര് ഭഗവാന്റെ സ്വർഗാരോഹണം അറിഞ്ഞ് വിഷമിച്ചപ്പോ അവിടെ വെച്ച് ഉദ്ധവര് പറയുന്നുണ്ട്, അങ്ങേക്കൊണ്ട് പറയാനുള്ളതെല്ലാം മൈത്രേയ മുനിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കപിലമുനിയെ അന്വേഷിച്ച് രഘുഗണ രാജാവ് ചെല്ലുമ്പോൾ വഴി വെച്ച് തന്നെ ഭരതനെ കണ്ടു വേണ്ട ജ്ഞാനോപദേശം കിട്ടിക്കഴിഞ്ഞു. മുഴുവൻ അപ്പം കിട്ടിക്കഴിഞ്ഞു. ഭഗവാൻ നമുക്ക് വേണ്ടതെല്ലാം കൊണ്ട് നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട്, നമ്മളത് അറിയാതെ പോകുന്നു. അതാണ് നമ്മളടുത്ത് കൊണ്ടുതരികയാണല്ല, വാങ്ങിച്ചോളൂ. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കുന്നില്ല, അറിയുന്നില്ല, അതെ അല്ലെങ്കിൽ അതെ, കിട്ടുന്നവരാകുന്നില്ല. എന്നിട്ട് നമ്മൾ പിന്നെ അമ്പലത്തിൽ ചെന്ന് രക്ഷിക്കണേന്ന് പറയും. അതാണ് പ്രശ്നം. വേണ്ടത് കയ്യിൽ വന്നുകൊണ്ടിരിക്കുക, അത് ഉപയോഗിച്ചാൽ അതെ, മാത്രം. ശ്രീശുഖബ്രഹ്മർഷി അതിനകത്ത് പറയുന്നുണ്ട്, ഒരു പശുവിനെ കറന്ന് പാലെടുക്കുന്ന സമയത്ത് പോവാൻ അത്രയും സമയം പോലും ഒരിടത്ത് നിൽക്കാത്ത ആള് 7 ദിവസം അവിടെ ഇരുന്ന് ഭാഗവത കർമ്മം മുഴുവൻ പറഞ്ഞു കൊടുത്തു പരീക്ഷിത് മഹാരാജാവിന്. അത് ആരും അതെ ക്ഷണിച്ചിട്ടല്ല, പരീക്ഷിത് മഹാരാജാവിന്റെ ആവശ്യം ഈശ്വരൻ അറിഞ്ഞു വന്ന പോലെ യഥാർത്ഥത്തിൽ. അതെ അതെ. ഇവിടെ അതുപോലെ രഘുഗണ രാജാവ് കപിലമുനിയെ അന്വേഷിച്ചാണ് പോകുന്നത് ജ്ഞാനോപദേശത്തിന്. വഴി വെച്ച് തന്നെ ഭരതനെ കൂടെ. അതെ, വൈക്ക് വെച്ച ഭരതൻ ഉപദേശിച്ചു. അതെ, വിതുരർക്കും അങ്ങനെ കിട്ടിയ വിതുരർ പോകുന്ന സമയത്തും ഉണ്ട് ഭഗവത്ദൂത് കഴിഞ്ഞ് പിണങ്ങി അവിടുന്ന് അവര് ദുര്യോധനന്റെ വായിൽ നിന്ന് വീഴുന്ന ആവശ്യമില്ലാത്ത വാക്കുകളിട്ട് വിഷമിച്ചിറങ്ങി പോകുമ്പോഴും ഭഗവാനെ തള്ളി പറയുന്നില്ല. ഭഗവാൻ എനിക്ക് വേണ്ടി മറ്റെന്തോ ആണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതെ അതെ. അപ്പൊ അവസാനം സ്വർഗാരോഹണത്തിന് മുമ്പ് അപ്പോഴേക്കും 36 വർഷം കഴിഞ്ഞിരുന്നു. വിതുരരോട് പറയാനുള്ളത് മൈത്രേയ മുനിയോട് പറഞ്ഞേൽപ്പിച്ചിട്ടാണ്. അപ്പൊ നമ്മളെ ഭഗവാനോട് ശ്രദ്ധയുള്ളവരോട് ഭഗവാൻ അതിലേറെ ശ്രദ്ധയുണ്ടെന്ന് ഇതിലൂടെയൊക്കെ നമുക്ക് വ്യാസൻ ഒരു സന്ദേശം തരിക. പിന്നെ അതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതെ. പിന്നെ കിട്ടുന്നത്. സംശയങ്ങളില്ലെങ്കിൽ നമുക്ക് പ്രശംസിക്കാം. ഒരു മാസം വീണ്ടും ഭാഗവതം അനുസന്ധാനം ചെയ്ത് മറക്കാതിരിക്കട്ടെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം.